ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലെജൻഡ് എന്ന ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡാണ്. നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ക്യുൻസി ഗ്രാമത്തിലേക്ക് പോയ സിയോണിനെയാണ്. നേരം ഒത്തിരി ആയതിനാൽ തന്നെ മാജിക്കൽ ട്രീ വഴി എവിൽ ക്ലാൻഡിലെത്തിയതും ലിൻ അവളെ കയ്യോടെ പൊക്കുന്നുണ്ട്. കല്ലറക്കകത്തേക്ക് ആരും തന്നെ കയറരുതെന്ന ലിന്നിന്റെ വാക്ക് നിഷേധിച്ചാണല്ലോ അവൾ അതിനകത്തേക്കു കയറിയത്. അതിന്റെ ദേഷ്യത്തിൽ ലിൻ ചോദിക്കുന്നു, നീ ആരോട് ചോദിച്ചിട്ടാണ് ഇതിനകത്തേക്കു കയറിയത്? ഇത് കേൾക്കുന്ന സിയോൺ ആദ്യം ഒന്ന് പതറുന്നുണ്ട്. സിയോണിന്റെ പേര് പറഞ്ഞാൽ മാത്രമേ തനിക്ക് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവൂ എന്ന് മനസ്സിലാക്കുന്ന അവൾ സിയോൺ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് കയറിയതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ലിൻ ഒന്ന് ശാന്തനാവുന്നുണ്ട്. ശേഷം, സിയോൺ നിന്നോട് എങ്ങനെ പറയുവാനാണ്? നീ കള്ളം പറയുകയല്ലേ? സിയോൺ പറഞ്ഞു, അവൾ എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണ് ഇതിനകത്തേക്ക് വരണമെന്ന്. ഇത് കേട്ട ലിൻ വളരെ വിഷമത്തോടെ പറഞ്ഞു, ഇന്നേ വരെ അവൾ എൻ്റെ ഒരു സ്വപ്നത്തിൽ പോലും വന്നില്ലല്ലോ. ഇതുതന്നെയാണ് പറ്റിയ ചാൻസ് എന്ന് കരുതി അവൾ തുടർന്നു. അതു പിന്നെ അവൾ നിന്റെ സ്വപ്നത്തിലൊന്നും വരാത്തത് നീ അവളെ ചതിച്ചവനാണെന്നവൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. അവളുടെ പിണക്കം മാറ്റാൻ ആകെ ഒരേ ഒരു മാർഗമേയുള്ളൂ. അവളുടെ പേരിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അവരങ്ങനെ പരസ്പരം സംസാരിച്ചു അവിടെ നിന്ന് പോവുന്നു. സിയോൺ അവിടെ നിന്ന് നേരെ പോവുന്നത് സിയയുടെ അടുത്തേക്കാണ്. അവൾ ഇപ്പോഴും കെട്ടിയിട്ട നിലയിൽ ആ കട്ടിലിൽ തന്നെ കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന സിയോൺ അവളെ കണ്ട് നെട്ടുന്നുണ്ട്. ഇന്നലെ അവൾ കഴിച്ച മരുന്നിന്റെ ശക്തി കാരണം അവൾ ഇൻവിസിബിൾ ആയിട്ടുണ്ട്. ആർക്കും തന്നെ കാണാൻ പറ്റില്ലെന്നുള്ളതിനാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവൾ നന്നായി തന്നെ ശല്യം ചെയ്യുന്നു. എന്തു കാണിച്ചാലും തന്നെ ആർക്കും കണ്ടുപിടിക്കാനാവില്ലെന്നുള്ളതിനാൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി അവിടെയുണ്ടായിരുന്ന പടയാളിയുടെ വാളെടുത്ത് നേരെ പോകുന്നത് ലിന്നിന്റെ അടുത്തേക്കാണ്. അവൾ അവനെ ഉപദ്രവിക്കാൻ വരുന്നതും അവന്റെ കയ്യിലുണ്ടായിരുന്ന വാളിന് അവളുടെ പ്രസൻസ് മനസ്സിലായതിനാൽ തന്നെ ലിന്നിനെ അതിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. എന്താണിവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ സീക്കയും ലിന്നും നിൽക്കുമ്പോൾ അവന്റെ ഗാർഡ്സിൽ ഒരാൾ വന്ന് പറയുന്നു, എന്താണിവിടെ നടക്കുന്നതെന്നറിയില്ല. ഞങ്ങൾ ചെയ്യുന്ന ജോലികളെല്ലാം ആരോ തടസ്സപ്പെടുത്തുന്നുണ്ട്. സിയോണിനെ സംശയിക്കുന്ന ലിൻ അവളുടെ റൂമിൽ പോയി നോക്കുമ്പോൾ കാണുന്നത് സിയയെ ആരോ കെട്ടിയിട്ട നിലയിൽ കിടക്കുന്നതാണ്. ലിൻ ചോദിക്കുന്നു, നിന്നെ ആരാ കെട്ടിയിട്ടത്? സിയ സിയോണിന്റെ പേര് പറയാൻ വരുന്നതും അവൾ അവിടെ എത്തി സിയയെ ഭീഷണിപ്പെടുത്തുന്നതിനാൽ തന്നെ ഇത് ഞാൻ തന്നെ കെട്ടിയതാണെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇവൾ പറയുന്നതെന്ന കണക്കിന് ലിൻ അവളെ നോക്കുന്നു. ശേഷം അവളോട് ചോദിക്കുന്നു, സിയോണിന്റെ പേരിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവൾ തിരിച്ചു വരുമെന്ന് തന്നെയല്ലേ പറഞ്ഞിരുന്നത്? അതെ എന്ന് സിയ പറയുന്നതിനാൽ ലിൻ അവിടെ നിന്ന് പോവുന്നു. അവളുടെ പ്രവൃത്തിയിൽ സംശയമുള്ളതിനാൽ അവന്റെ ഗാർഡ്സിൽ ഒരാളോട് സിയയെ നിരീക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുന്നുണ്ട്. അപ്പുറത്ത് സിയോൺ സിയയോട് അവളുടെ പേരിൽ ആളുകൾക്ക് നല്ലത് ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിക്കുന്നതിനാൽ തന്നെ അവർ ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെയായി ഒരു കുട്ടി കരഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ പേര് പറഞ്ഞ് അവൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കെന്ന് സിയോൺ പറയുന്നു. ഇത് കേട്ട സിയ ഒരു മിഠായി വാങ്ങിച്ച് അവൻ്റെ അടുത്തേക്ക് പോയി കൊടുക്കുമ്പോൾ അവൻ അത് വാങ്ങുന്നതും ഇത് നിനക്ക് സിയോൺ തരാൻ പറഞ്ഞതാണെന്ന് സിയ പറയുന്നു. ഇത് കേൾക്കുന്ന കുട്ടി അവളുടെ കയ്യിൽ ആ ഒരു മിഠായി തിരികെ ഏൽപ്പിച്ച് പേടിച്ചോടിപ്പോകുന്നുണ്ട്. ഇത് കണ്ട സിയ നിന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലോ എന്ന് സിയോണിനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. വേറെ ആളുകളെ അവർ സഹായിക്കാൻ പോകുന്നുണ്ടെങ്കിലും സിയോണിന്റെ പേര് കേൾക്കുന്നതും എല്ലാവരും അവിടെ നിന്ന് പേടിച്ചുകൊണ്ട് ഓടുന്നു. സിയോണിന്റെ പേരിൽ ഗ്രാമത്തിലെ ആളുകളെ സിയ സഹായിക്കുന്നു എന്ന വിവരം ലിൻ അറിയുന്നുണ്ട്. അപ്പുറത്ത് സിയോൺ കുറച്ചു പേരെ സഹായിച്ചതുകൊണ്ട് തന്നെ ക്വിൻസി ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ അവളെ തടഞ്ഞ് ചെക്ക് ചെയ്തു നോക്കി മാർക്കറ്റിനകത്തേക്ക് പോകുന്നത് വിലക്കുന്നുണ്ട്. ഇതിൽ ദേഷ്യം വന്ന സിയോൺ പറയുന്നു, ഞാൻ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ. നിന്റെ കയ്യിൽ വെറും 100 കോയിൻസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്തേക്ക് പോവണമെങ്കിൽ ചുരുങ്ങിയത് 1000 കോയിൻസ് എങ്കിലും വേണമെന്നവർ മറുപടി പറയുന്നു. ഇത് കേൾക്കുന്ന സിയോൺ, ഞാൻ ഒത്തിരി പേരെ സഹായിച്ചിട്ടാണ് വന്നത്, എന്നിട്ടും എനിക്ക് 100 കോയിൻസ് ആയുള്ളൂ എന്നവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കതിനെക്കുറിച്ചൊന്നും സംസാരിച്ചു നിൽക്കാൻ ടൈമില്ല. നീ വേണമെങ്കിൽ മാസ്റ്ററിനോട് ചോദിച്ചോളൂ എന്ന് പറയുന്നു. അതിനാൽ തന്നെ അവൾ അദ്ദേഹത്തിനോട് കാര്യം തിരക്കുമ്പോൾ അദ്ദേഹം പറയുന്നു,
നീ പറയുന്ന ആൾ ജീവിച്ചിരുന്ന സമയം ഒത്തിരി ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കോയിൻസ് കുറഞ്ഞതെന്ന്. എന്തൊക്കെ തരം നിയമമാണിവിടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സിയോൺ പുറത്തു പോകുമ്പോൾ അവിടെയായി അവൾ ആദ്യം കണ്ടിരുന്ന പയ്യനെ കണ്ടുമുട്ടുന്നു. അവനോട് അവൾ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൻ പറയുന്നു, നീ ഈ പറയുന്ന ആളെക്കുറിച്ച് ആ നാട്ടിലുള്ള ഒരാൾക്ക് പോലും ഒരു മതിപ്പുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നതെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ശേഷം ജീഷട്ട് എന്ന ഒരു ഗ്രാമമുണ്ട്, അവിടെ പോയാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമായിരിക്കും, പക്ഷേ അങ്ങോട്ട് പോകുവാൻ കുറഞ്ഞത് 3 ദിവസം പിടിക്കുമെന്ന് പറയുമ്പോൾ അതിനുള്ള വഴിയെല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞവൾ മാജിക്കൽ ട്രീയിലേക്ക് ചാടുന്നുണ്ട്. അപ്പുറത്തവൾ നേരെ എത്തുന്നത് ഒരു സ്ത്രീയുടെ മുൻപിലായിട്ടാണ്. അവരവളെ കണ്ടു പേടിച്ച് കള്ളി എന്ന് പറയുന്നതും അവൾ തിരികെ അതുവഴി തന്നെ പോയിരുന്നു. ആ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ട് എന്തൊക്കെയാ നീ പറയുന്നതെന്ന് കൂടെയുള്ള ആൾ തിരക്കുമ്പോൾ സിയോണിൻ്റെ ഒരു പൊടി പോലും അവിടെയില്ല. അയാൾ ആ ഒരു സ്ത്രീയുമായി അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കെ അവിടേക്കായി ലിൻ വരുന്നു. അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ട ലിൻ എന്താ ഇവിടെ കുറേ ആയല്ലോ കണ്ടിട്ട് എന്ന് തിരക്കുമ്പോൾ അവൻ സിയോണിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. അയാൾ പറഞ്ഞു, സിയോണിനെ നിനക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെ ഉണ്ടാവാനാ, ഞാൻ എന്തായാലും അവളെ മറക്കില്ല, അവൾ എന്നും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവുമെന്ന് മനഃപൂർവ്വം ലിന്നിനെ നോവിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ ലിൻ ദേഷ്യത്തോടെ അവനെ നോക്കുന്നു. ഇവിടെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന ഡ്രാമകൾ കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ. നമുക്ക് വീണ്ടും കാണാം.